ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഫാമിലി ഫോട്ടോഷൂട്ടിന് പോയ കഥയാണ് കേട്ടോ. സ്റ്റുഡിയോയിലൊക്കെ പോയി ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഒത്തിരി കാലമായി. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചുള്ളൊരു ഫോട്ടോ എടുക്കണം. പിന്നെ കുട്ടികളുടെ ഫോട്ടോസ് എടുക്കണം. ആനിക്കുട്ടിയും ശ്രീകുട്ടിയും ജനിച്ചിട്ട് നമ്മൾ മൊബൈലിലല്ലാണ്ട് സ്റ്റുഡിയോയിൽ പോയിട്ട് നല്ലൊരു ഫോട്ടോ ഇതുവരെ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ശ്രീകുട്ടിയുടെ ബർത്ത്ഡേക്കൊക്കെ ഒത്തിരി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ ആനിക്കുട്ടി ജനിച്ചതിന് ശേഷം ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറെ വെച്ചിട്ട് ഫോട്ടോ ഇതുവരെ എടുത്തിട്ടില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും വഴുതക്കാടുള്ള പാരാമൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റുഡിയോയിൽ പോയിട്ട് ഫോട്ടോ എടുക്കാനാണ് ഇന്നത്തെ യാത്ര കേട്ടോ. അപ്പോൾ ഇന്നലെ ഞങ്ങൾ സിസ്റ്ററിൻ്റെ വീട്ടിൽ വന്ന് സ്റ്റേ ചെയ്ത് അവരെയും പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ 2 വണ്ടിയിലായിട്ടാണ് പാരാമൗണ്ടിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ പാരാമൗണ്ടിലെത്തി. ഏട്ടൻ ഓൾറെഡി നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു, ഞങ്ങളെ വെയിറ്റ് ചെയ്യുമായിരുന്നു. നേരത്തെ കാറിൽ വന്നിട്ട് വെയിറ്റ് ചെയ്യാണ്. ആദ്യം ഞങ്ങൾ ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഫാമിലി ഫോട്ടോസ് എടുത്തതിന് ശേഷം കുട്ടികളെ വെച്ചിട്ടുള്ള ഫോട്ടോസ് എടുക്കാനുള്ള ടാസ്കിലാണ്. അത് നല്ല രസമുള്ളൊരു പരിപാടിയായിരുന്നു കേട്ടോ. കാരണം ഇവർ കുട്ടികളായതുകൊണ്ട് ക്ഷമ എന്ന് പറയുന്നത് ഇല്ലല്ലോ, അവർക്ക് ഒരു ഭാഗത്തിരിക്കുന്ന സ്വഭാവം ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 2-3 ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒത്തിരി സമയം എടുത്തു കേട്ടോ. ഇങ്ങനെ അവരെ ഒന്ന് ഒരു ഭാഗത്ത് സെറ്റിൽ ചെയ്യാനും ഇരുത്തി ഒരു 2 പേരും ചിരിച്ചിട്ടൊരു ഫോട്ടോ എടുക്കണമല്ലോ. അപ്പോൾ ഒരാൾ ചിരിച്ചാൽ ചിലപ്പോൾ മറ്റേ ആൾ ചിരിക്കില്ല. ഒരാൾ ഇങ്ങോട്ട് നോക്കിയാൽ മറ്റേ ആൾ അങ്ങോട്ട് നോക്കും. അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ടൈം എടുത്തു ഒരു ഫോട്ടോ നല്ലത് കിട്ടാനായിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ബെഞ്ച് സെറ്റ് ചെയ്തതാണ് കേട്ടോ പുള്ളിക്കാരൻ. അപ്പോൾ ആനിക്കുട്ടി ഓൾറെഡി അൺകംഫർട്ടബിളായിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ ഏട്ടൻ അവളെ ഒന്ന് സമാധാനിപ്പിച്ച് ശ്രീകുട്ടിയുടെ കൂടെ എടുത്തിട്ടുണ്ട്. അവളുടെ വിചാരം കളിക്കുകയാണ്, ഫോട്ടോ എടുക്കുക എന്നുള്ളതൊന്നും അവൾക്ക് വലിയ അറിവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആനിക്കുട്ടിയുടെ കൂടെ കളിക്കുകയാണ് ആ നേരം കൊണ്ട്. ചിരിക്കാൻ പറഞ്ഞാൽ ഒത്തിരി വായ തുറന്ന് ചിരിക്കും. അപ്പോൾ ആ ഫോട്ടോയ്ക്ക് കറക്റ്റ് ആവില്ല. അതിനിടയ്ക്ക് അവൾ ഒരു ടോയ് ഒക്കെ എടുത്തിട്ട് വരുന്നുണ്ട്. അവിടെ കളിക്കാനായിട്ട് അവൾക്ക് കൊടുത്ത ടോയാണ്. അപ്പോൾ അവൾക്ക് ടോയ് വേണം. ഇനിയിപ്പോൾ ടോയ് മാറ്റി വെച്ചുകൊണ്ട് എത്രത്തോളം കോപ്പറേറ്റ് ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാ. എനിവേ സ്റ്റുഡിയോയിലെ ഫോട്ടോഗ്രാഫർ ഒരു പാവ മനുഷ്യനായിരുന്നു കേട്ടോ. അതുകൊണ്ട് കുറേ നേരം ക്ഷമിച്ച് അത്രയും ശ്രദ്ധിച്ചൊക്കെ ഫോട്ടോ എടുത്തായിരുന്നു. കിട്ടുന്ന സമയത്തൊക്കെ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരുന്നു. നല്ല പോസസ് കിട്ടുന്ന സമയത്തൊക്കെ പുള്ളി നല്ല ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അനിക്കുട്ടി ഇരുന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അനിക്കുട്ടീനെ ഒറ്റയ്ക്ക് ഇരുത്താനും ഏട്ടന് പേടിയാണ്. അപ്പോൾ ഏട്ടൻ അടുത്ത് ചെന്ന് നിൽക്കുകയാണ്. അപ്പോൾ അവൾക്ക് ഏട്ടനെ എടുക്കണം, അവിടെ ഇരിക്കണ്ട. അങ്ങനെ ശ്രീകുട്ടിയാണെങ്കിൽ ക്ഷമ തെറ്റിയിട്ടിരിക്കുകയാണ്. സ്റ്റുഡിയോയിലെ ഫോട്ടോഗ്രാഫർ നിലത്തിരുന്നിട്ടൊക്കെയാണ് കേട്ടോ ഫോട്ടോ എടുക്കുന്നത്. അവരുടെ ആംഗിളിൽ കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര കോപ്പറേറ്റീവ് ആയിട്ട് തോന്നിയിട്ട് അവരെ ഫോട്ടോ എടുക്കുന്ന രീതിയും എല്ലാം നല്ല ഇതായിരുന്നു. ക്ഷമയുണ്ടായിരുന്നു അവർക്ക്. ചിരിക്കാൻ പറയുമ്പോൾ ശ്രീകുട്ടി ഇങ്ങനെയാണ് ചിരിക്കുന്നത്, എന്താ കണ്ണടച്ചിട്ടാണ് ചിരിക്കുന്നത്. മിക്ക ഫോട്ടോസിലും അവൾ കണ്ണടച്ചിട്ടാണ് ഇരുന്നുകൊണ്ടിരുന്നത്. കണ്ണ് തുറക്കാൻ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ലൈറ്റ് മുഖത്തേക്ക് അടിക്കുന്നതുകൊണ്ടായിരിക്കും അവൾക്ക് കണ്ണടയ്ക്കുന്നത്. പലപ്പോഴും ഫോട്ടോസ് എടുത്തതിലൊക്കെ കണ്ണടച്ചിട്ടാണ് ഇരുന്നത്. പിന്നെ 2 ആളെയും ഒന്ന് ഒരേപോലെ ആംഗിളിൽ കിട്ടാനായിട്ട് കുറേ സമയമെടുത്തു. ഇതിനിടയ്ക്ക് ബെഞ്ചിലിരുത്തിയാൽ വീഴുമോ എന്ന് വിചാരിച്ചിട്ട് അനിക്കുട്ടീനെ എടുത്ത് താഴെ വെച്ചു ഏട്ടൻ. അവൾ താഴെ ഇരുന്നാലും ഹൈറ്റ് വലിയ കുഴപ്പമില്ലല്ലോ, ചെറിയ ആളായതുകൊണ്ട് 2 പേരും 2 പൊസിഷനിലിരുന്നാലും ഫോട്ടോയ്ക്ക് ഭംഗി ഉണ്ടാവുമല്ലോ. അങ്ങനെ താഴെ ഇരുത്തി. ഏട്ടനെ സംബന്ധിച്ച് ഏട്ടൻ ഒത്തിരി വലിയൊരു ടാസ്ക്കായിരുന്നു ഇന്നത്തേത് കേട്ടോ. ഏട്ടൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തു കേട്ടോ, പിടിച്ചിരുത്താനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. പിന്നീട് നമ്മുടെ സെറ്റിങ്സൊക്കെ ഒന്ന് മാറ്റി കേട്ടോ. ബെഞ്ച് മാറ്റിയിട്ട് കുറച്ചും കൂടെ ഒരു ടേബിളിട്ട് അതിൽ ഒരു ക്ലോത്തൊക്കെ വിരിച്ച്, ഭംഗിയുള്ളൊരു ക്ലോത്തൊക്കെ വിരിച്ച്
അതിൻ്റെ മുകളിൽ അപ്പോൾ എനിക്ക് ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ മുകളിൽ അനിക്കുട്ടീനെ എങ്ങനെ ഇരുത്തും, അനിക്കുട്ടി എങ്ങാനും താഴെ വീഴുമോ എന്നൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് അവൾ ഇരുന്നു കേട്ടോ. എനിക്ക് ടെൻഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ അടുത്ത് പോയി നിന്നു കേട്ടോ. എനിക്ക് അവളെങ്ങാനും വീഴുവാണെങ്കിൽ ഞാൻ അടുത്ത് നിൽക്കുകയാണെങ്കിൽ എനിക്ക് പിടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അടുത്ത് പോയി നിന്നു. അപ്പോൾ അവൾ എന്നെ തന്നെ നോക്കുക കേട്ടോ, അനിക്കുട്ടി. ശ്രീക്കുട്ടി പിന്നെ അതിൻ്റെ ക്ലോത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് എന്നെ മാത്രം നോക്കിയിരിക്കുന്നതുകൊണ്ട് ഞാനിങ്ങ് ബാക്കിലോട്ട് പോന്നു കേട്ടോ. കാരണം അവൾ ശ്രദ്ധ എന്നിലേക്ക് മാത്രമായി, ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ സിസ്റ്ററും വാണിയും കൂടെ ഏട്ടനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോയി. അതിനിടയ്ക്ക് നല്ല ചിരിയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ പറഞ്ഞിട്ട് എന്താ കാര്യം, ശ്രീകുട്ടി അന്നേരം ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. പിന്നെ ഇതിനിടയ്ക്ക് 1-2 ഷോട്ടൊക്കെ പുള്ളി എടുത്തെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും ഞങ്ങൾക്ക് നല്ല ഫോട്ടോസ് കിട്ടി. ഫാമിലി ഫോട്ടോ ആയാലും മക്കളുടെ ഫോട്ടോ ആയാലും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നല്ല ഫോട്ടോസാണ് കേട്ടോ കിട്ടിയത്. എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ സ്റ്റുഡിയോയിൽ വെയിറ്റ് ചെയ്ത് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ സെലക്ട് ചെയ്തു. അതിനുശേഷം ഫ്രെയിം സെലക്ട് ചെയ്തു. കുറേ ഫ്രെയിം ഓപ്ഷൻ ഉണ്ടായിരുന്നു. നല്ലൊരു ഫ്രെയിം നോക്കിയിട്ട് സെലക്ട് ചെയ്തു. പിന്നെ ഒത്തിരി വൈകി കേട്ടോ റിട്ടേൺ പോകാനായിട്ട്. രാത്രിയായി. എനിവേ നല്ലൊരു ദിവസമായിരുന്നു.